പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ചരിത്രത്തിൽ നിലനിന്നിട്ടുണ്ടോ? ഇന്നത്തെ പലസ്തീനികൾ എങ്ങനെയാണ് ഇസ്രയേലിൻ്റെ പ്രദേശം അവരുടേതാണെന്നും പറഞ്ഞ് അവകാശം പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തെല്ലാമാണ് അവകാശവാദങ്ങൾ? പലരും കരുതുന്നതുപോലെ ഇസ്രയേൽ മക്കളെന്ന യഹൂദർ ആ പ്രദേശത്തിലേക്ക് കടന്നു വന്ന് ആ പ്രദേശത്ത് പാർത്തിരുന്ന പലസ്തീനികളെ അവിടുന്ന് ഓടിച്ചുവിട്ട് അവരുടെ പ്രദേശം കൈയടക്കി വെച്ചിരിക്കുകയാണോ? അതെല്ലാമാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ട്വന്റിറ്റി. അടുത്ത ഒരു സ്പെഷ്യൽ ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. നാം ഇന്നത്തെ പലസ്തീനികൾ എങ്ങനെയാണ് ഇസ്രയേലിൻ്റെ പ്രദേശം അവകാശം പറയുന്നത് എന്ന് നോക്കുന്നതിന് തൊട്ടു മുമ്പ് എന്തായിരുന്നു ആ പ്രദേശത്തിൻ്റെ ഒറിജിനൽ പേര്, അത് നാം കാണേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ ഇതിന് മുമ്പലത്തെ ഉണ്ടായിരുന്ന ഒരു സന്ദേശത്തിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ആ സന്ദേശത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ മിസ്സായി പോയെങ്കിൽ നിങ്ങൾ കാണണം. എങ്കിൽ മാത്രമേ ഈ ഒരു എപ്പിസോഡും നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരിക്കലും നിലനിന്നിട്ടില്ല. പലസ്തീനികൾ എന്ന് പറയുന്ന ഒരു കൂട്ടർ, അല്ലെങ്കിൽ പലസ്തീൻ്റെ രാജ്യത്തിൻ്റെ നിവാസികൾ എന്നും പറയുന്ന പലസ്തീനികൾ ഒരു നാളും ചരിത്രത്തിൽ നിലനിന്നിട്ടുമില്ല. നിങ്ങളത് പെട്ടെന്ന് കേൾക്കുമ്പോൾ അല്പം ഷോക്കായിട്ട് തോന്നും. പക്ഷേ നമുക്ക് എങ്ങനെയാണത് പറയാൻ സാധിക്കുന്നത്? പല അറബ് നേതാക്കളും ചരിത്രകാരന്മാരും സമ്മതിക്കുന്നു, ഒരിക്കലും ചരിത്രത്തിൽ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം നിലനിന്നിട്ടില്ല. 1937 അറബ് ഹയർ കമ്മിറ്റി ടു ബ്രിട്ടീഷ് പീൽ കമ്മീഷൻ്റെ സെക്രട്ടറി ആയിരുന്ന ഔനി അബ്ദുൽ ഹാദി പറഞ്ഞത്, ഒരിക്കലും പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം നിലനിന്നിട്ടില്ല. പലസ്തീൻ എന്ന് പറയുന്ന ആ പദം തന്നെ സയോണിസ്റ്റുകൾ കണ്ടുപിടിച്ചതാണെന്ന്, പലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ ബൈബിളിൽ ഇല്ല എന്നും, പലസ്തീൻ്റെ ആ പ്രദേശം നൂറ്റാണ്ടുകളായിട്ട് സിറിയയുടെ ഭാഗമായിരുന്നുവെന്ന്. 1946 അറബ് അമേരിക്കൻ ചരിത്രകാരൻ പ്രൊഫസർ ഫിലിപ്പ് ഹിറ്റി ആംഗ്ലോ അമേരിക്കൻ കമ്മിറ്റിയുടെ മുമ്പാകെ പറഞ്ഞത്, പലസ്തീൻ എന്ന് പറയുന്ന ഒരു കാര്യം ചരിത്രത്തിൽ ഒരു നാളും ഉണ്ടായിട്ടില്ല. 1956 സൗദിയുടെ അംബാസഡർ, ഐക്യരാഷ്ട്ര സംഘടനയിലേക്കുള്ള അംബാസഡറായിരുന്ന അഹമ്മദ് ഷുക്കേരി ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ മുമ്പാകെ പറഞ്ഞത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പലസ്തീൻ എന്ന് പറയുന്നത് തെക്ക് സിറിയയാണെന്നും, താനായിരുന്നു പിന്നീട് PLOയുടെ ആദ്യത്തെ ചെയർമാനായി വന്നത്. 1976 സിറിയയുടെ പ്രസിഡന്റ് ഹഫേസ് അൽ അസാദ് PLO ലീഡറായിരുന്ന യാസർ അറാഫാത്തിനോട് പറഞ്ഞത്, ഒരിക്കലും നിങ്ങളിത് മറക്കരുത്, പലസ്തീനി ജനം എന്നും പറയുന്ന ഒരു കാര്യമില്ല, പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യവുമില്ല, നിങ്ങൾ എല്ലാ കാലത്തും സിറിയയുടെ ആളുകളുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ്, പലസ്തീൻ എല്ലാ കാലത്തും സിറിയയുടെ ഭാഗമാണെന്ന്. 1936 ബ്രിട്ടീഷ് ഗവൺമെൻറ് പീൽ കമ്മീഷനിലൂടെ പലസ്തീൻ്റെ പ്രദേശത്തെ വിഭാഗിക്കുവാനൊരുങ്ങി, യഹൂദ പലസ്തീനും അറബ് പലസ്തീനും. ഓർക്കണം, ഞാനിതിന് മുമ്പത്തെ സന്ദേശത്തിലും പറഞ്ഞതായിരുന്നു, പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം തന്നെ മുഴുവനുമായിട്ടും ബ്രിട്ടീഷ് മാൻഡേറ്റ്, ബ്രിട്ടീഷ് നിയന്ത്രണത്തിൻ്റെ കീഴിലായിരുന്നു. പലസ്തീനികളും ഇന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും പറയുന്നത്, ഇസ്രയേൽ അവരുടെ പ്രദേശത്ത് നിന്ന് പലസ്തീനികളെ ആട്ടി ഓടിച്ചിട്ട് ഇസ്രയേൽ ആ ദേശം കൈവശം വെച്ചിരിക്കുകയാണെന്നും, ആ പ്രദേശം യഥാർത്ഥത്തിൽ പലസ്തീനികളുടെ അവകാശമാണെന്നും, ഒരിക്കൽ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നുവെന്നും. പക്ഷെ ചരിത്രപരമായിട്ട് അത് ശരിയല്ല. എന്തുകൊണ്ടാണ്? അവിടെയാണ് നാം ആ അവകാശവാദങ്ങളെ ഒന്ന് പരിശോധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പലസ്തീനികൾ അവകാശം പറയുന്നത് പാലസ്റ്റീനിയൻസ് ആർ കനാനൈറ്റ്സ്. പല പലസ്തീനികളും അവകാശം പറയുന്നത് അവർ പണ്ടുണ്ടായിരുന്ന കനാനിയരുടെ സന്തതികളാണ്. ഇത് കേൾക്കുമ്പോൾ അല്പം സുഖമായിട്ട് തോന്നും. കാരണം ഇസ്രയേൽ മക്കൾ ആ ദേശത്തിലേക്ക് വരുന്നതിന് മുമ്പ് കനാനിയരായിരുന്നു ആ ദേശത്തുണ്ടായിരുന്നത്. പക്ഷെ ചരിത്രം വളരെ വ്യക്തമായി കാണിക്കുന്നു, പലസ്തീനികൾ ഒരു രീതിയിലും കനാനിയരുമായിട്ട് ബന്ധമില്ല. കാരണം 13-ാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്രയേൽ മക്കൾ ഏറെക്കുറെ നല്ല ഒരു പങ്ക് കനാനിയരെയും നശിപ്പിച്ചു കളഞ്ഞിരുന്നു. കുറച്ചുപേർ അവശേഷിച്ചവരെ ഇസ്രയേൽ സമൂഹത്തിലേക്ക് അങ്ങ് ഉൾക്കൊള്ളുകയും ചെയ്തു. അപ്പോൾ പിന്നെ പലസ്തീനികൾ പറയുന്നത് അവർ പണ്ടുണ്ടായിരുന്ന ഫിലിസ്തീയരുടെ സന്തതികളാണെന്ന്. പക്ഷേ പലസ്തീനികൾക്ക് ഫിലിസ്തീനുമായിട്ട് DNA ഷെയറിംഗ് ഉണ്ടോ? അതാണ് രണ്ടാമത്തെ അവകാശവാദം. പലസ്റ്റീനിയൻസ് ആർ ഫിലിസ്റ്റീൻസ്. പലസ്തീനികൾ ഫിലിസ്തീയരുടെ സന്തതികളാണെന്ന്.
നമ്മുടെ ലാസ്റ്റ് സന്ദേശത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായി, AD 135 റോമൻ ചക്രവർത്തി ഹേഡ്രിയനായിരുന്നു ഇസ്രയേലിനെയും യഹൂദരുടെയും ഓർമ്മ പോലും നിലനിൽക്കാതെ വണ്ണം വരുത്തേണ്ടതിന് ആ ദേശത്തിൻ്റെ പേര് യഹൂദിയിൽ നിന്ന് മാറ്റി ഇസ്രയേലിൻ്റെ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ശത്രുക്കളായ ഫിലിസ്തീയരുടെ പേര് വരുന്നത് പോലെയുള്ളൊരു പേര് ആ പ്രദേശത്തിനിട്ടു. അങ്ങനെയാണ് ഹേഡ്രിയൻ ആ പ്രദേശത്തിൻ്റെ പേര് സിറിയ പലസ്റ്റീന അല്ലെങ്കിൽ സിറിയയുടെ പലസ്റ്റീൻ, പിന്നീടത് പലസ്റ്റീന എന്ന് പറഞ്ഞ് മാത്രം താൻ വിളിക്കുകയുണ്ടായി. അതായത് ഫിലിസ്റ്റീൻ എന്നതിൻ്റെ ലത്തീൻ തർജ്ജമയായ പലസ്റ്റീന. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ടർക്കിഷ് ഒട്ടോമാൻ സാമ്രാജ്യം ആ പ്രദേശത്തെ ഭരിച്ചപ്പോൾ 1517 മുതൽ 1917 വരെ അവർ ഭരിച്ചപ്പോൾ ആ പ്രദേശത്തിൻ്റെ പേരിനെ അവർ എററ്റ്സ് ഇസ്രയേൽ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ദേശം എന്നതിലേക്ക് തന്നെ മാറ്റിയിരുന്നു. പക്ഷെ പിന്നീട് 1917 ഗ്രേറ്റ് ബ്രിട്ടൻ ആ പ്രദേശത്തിൻ്റെ മേലുള്ള മാൻഡേറ്റ് ലഭിച്ചപ്പോൾ, അധികാരം ലഭിച്ചപ്പോൾ വീണ്ടും ആ പ്രദേശത്തിൻ്റെ പേര് പലസ്തീൻ എന്ന് കൺവേർട്ട് ചെയ്യായിരുന്നു. ഒരു കാരണവുമില്ലായിരുന്നു. ഒരിക്കൽ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ ഒരു കൂട്ടം ജനത, ഫിലിസ്തീയർ എന്ന് പറയുന്ന പിന്നീട് നിലനിൽക്കാത്ത ഒരു ജനതയുടെ പേരിൻ്റെ സാമ്യം വരുന്ന ആ പേര് വീണ്ടും ബ്രിട്ടൻ ഒരു കാരണവും കൂടാതെയാണ് ആ പ്രദേശത്തിന് ആ പേരിടുന്നത്. ഇസ്രയേലിൻ്റെ ദേശത്തെ പലസ്തീൻ എന്ന് അവർ അങ്ങനെ പേരിട്ടത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ വീണ്ടും പേരിട്ടത് കൊണ്ട് തന്നെ, അന്ന് മുതൽ ഇന്ന് വരെയും രാഷ്ട്രീയപരമായി നോക്കിയാൽ ഇൻ്റർനാഷണലി നോക്കിയാലും വളരെയധികം ഭവിഷ്യത്തുകളാണ് ഉണ്ടായത്. യഹൂദർക്ക് അന്ന് ആ പ്രദേശത്തിനെ പലസ്തീൻ എന്ന് പേരിട്ടത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അറബികൾക്ക്, ആ പ്രദേശത്ത് പാർത്തിരുന്ന അറബികൾക്ക് ആ പേർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിച്ചു. കാരണം അങ്ങനെ അവർക്ക് ഫിലിസ്തീയരുടെ സന്തതികൾ ആണെന്നുള്ള നിയമസാധുത ലഭിക്കുമല്ലോ. പക്ഷെ അത് ശരിയാണോ? അവർ ഫിലിസ്തീയരുടെ സന്തതികളാണോ? ഫിലിസ്തീയർ ഒരു മാരിടൈം പീപ്പിളായിരുന്നു. കടൽ ഒക്കെ സഞ്ചരിച്ച് അങ്ങനെ ബിസിനസ്സൊക്കെ നടത്തിയ ഒരു കൂട്ടം ജനത. അവർ വന്നത് തന്നെ ഗ്രീക്ക് ഐലൻഡുകളിലെ ഏറ്റവും വലിയ ദ്വീപായിരുന്ന ക്രീറ്റ് എന്ന് പറയുന്ന ആ സ്ഥലത്തിൽ നിന്നായിരുന്നു അവർ വന്നത്. ഫിലിസ്തീയർക്ക് ആ പേർ തന്നെ ലഭിച്ചത് എബ്രായ പദമായ പെലിഷ്ടീം എന്ന പദത്തിൽ നിന്നാണ്. അതിൻ്റെ റൂട്ട് പദമായ പലാഷ്, അതിൻ്റെ അർത്ഥം ഇൻവേഡർ, ഇൻട്രൂഡർ, ട്രസ്പാസർ, കടന്നുകയറ്റം ചെയ്യുന്നവൻ, തൻ്റേതല്ലാത്ത സ്ഥലത്തിലേക്ക് കടന്നുകയറ്റത്തിലൂടെ പ്രവേശിക്കുന്നവൻ എന്നാണ് ഫിലിസ്തീൻ്റെ എന്ന് പറയുന്ന ആ പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ 12-ാം നൂറ്റാണ്ട് BC-യിൽ ഫിലിസ്തീയർ ഇസ്രയേലിൻ്റെ പ്രദേശത്തിലേക്ക് കടന്നുകയറ്റം നടത്തിയപ്പോൾ അവർ ആ തീരദേശങ്ങളിലാണ് അവർ സെറ്റിൽ ഡൗൺ ചെയ്തത്. അവർ പ്രധാനമായും പാർത്തിരുന്ന പ്രദേശങ്ങൾ ഗാസ, അഷ്കലോൻ, അഷ്ദോദ് എന്നീ സ്ഥലങ്ങളാണ്. അവർ യെരുശലേമിലോ ഹെബ്രോനിലോ യെരീക്കോയിലോ ഒന്നും തന്നെ പാർത്തിരുന്നില്ല. ഐറോണിക്കലി ഇന്ന് പലസ്തീനികൾ ഈ പ്രദേശങ്ങളെല്ലാം അവരുടേതാണെന്നാണ് അവകാശപ്പെടുന്നത്. 7-ാം നൂറ്റാണ്ട് BC-യിൽ ഫിലിസ്തീയരെ അസീറിയക്കാർ അങ്ങ് ഉൾക്കൊണ്ടു. അതിനുശേഷം അവരെ ബാബിലോണിയർ കീഴ്പ്പെടുത്തി. അതിനുശേഷം ഫിലിസ്തീയരെ നാം ചരിത്രത്തിൽ കാണുന്നേയില്ല. വിദഗ്ധ ചരിത്രകാരന്മാർ പറയുന്നത് ഇന്ന് ജീവനോടെ ഇരിക്കുന്ന ആർക്കും ഫിലിസ്റ്റീൻ ലീനിയേജ് അല്ലെങ്കിൽ ഫിലിസ്തീയരുടെ സന്തതികളാണെന്ന് അവകാശം പറയുവാൻ സാധിക്കില്ല. ബൈ ദ വേ, ഇത് സംബന്ധിച്ചുള്ള മറ്റു കുറച്ച് കാര്യങ്ങളോട് ഫിലിസ്തീയർ 7-ാം നൂറ്റാണ്ട്, 6-ാം നൂറ്റാണ്ട്, 5-ാം നൂറ്റാണ്ടൊക്കെ എന്തായിരുന്നു ഒക്കെ സംഭവിച്ചതെന്നുള്ളത് നമ്മുടെ യെഹെസ്കേലിൻ്റെ ആ ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എങ്കിൽ കാണണം. ഇപ്രകാരമുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ എപ്പോഴൊക്കെ ഇപ്രകാരമുള്ള ചോദ്യോത്തര സെഷനുകൾ, സമകാലിക സംഭവങ്ങൾ, ബൈബിൾ വെളിച്ചത്തിലുള്ള അപ്ഡേറ്റുകൾ, ബൈബിൾ സ്റ്റഡികൾ ഒക്കെ പോസ്റ്റഡ് ആകുമ്പോൾ നിങ്ങൾക്കുടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. എൻ്റെ ഒരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിക്കട്ടെ, നിങ്ങൾ ഈ കണ്ടൻറ്റ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ അവരോട് പറയണം, ഈ ചാനലിലെ കണ്ടൻറ്റ് നിങ്ങൾ കാണണം എന്നും കൂടെ നിങ്ങൾ പറയണം. അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങളും ഒരു ഇവാഞ്ചലിസ്റ്റിൻ്റെ ഫംഗ്ഷൻ നിവർത്തിക്കുകയാണ്. സോ ഇന്നത്തെ പലസ്തീനികൾക്ക് ഫിലിസ്തീയരുടെ സന്തതികൾ ആണ് എന്ന് അവകാശം പറയണമെങ്കിൽ അവർ സമ്മതിക്കേണ്ടി വരും അവരുടെ യഥാർത്ഥ ദേശം ഇസ്രയേലിൻ്റെ ദേശമല്ല, പ്രത്യുത ഗ്രീക്ക് ദ്വീപായ ക്രീറ്റ് ആണെന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ കണ്ടത് പലസ്തീനികൾ കനാനിയരുടെയോ
ഫിലിസ്തീയരുടെയോ സന്തതികളല്ല. അപ്പോൾ പിന്നെ ആരാണ് ഇന്നത്തെ പലസ്തീനികൾ? ബയോളജിക്കലി അവർ DNA ഷെയർ ചെയ്യുന്നത് സൗദികൾ, ഇറാഖികൾ, സിറിയൻസ്, ജോർഡേനിയൻസ്, ലെബനീസ് അവരുമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ അറബ്സാണ്, അറബികളാണ്. ചരിത്രത്തിൽ ഒരിക്കൽ പോലും പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം നിലനിന്നിട്ടില്ല. ഇസ്രയേലിൽ പാർത്ത ഏവരും, അത് അറബികളാണേലും യഹൂദരാണേലും മുസ്ലിംസ് ആണേലും ക്രിസ്ത്യൻസ് ആണേലും യഹൂദരാണേലും എല്ലാവരെയും ആ സമയത്ത് വിളിച്ചിരുന്നത് പലസ്തീനികൾ എന്നായിരുന്നു. അടുത്ത ഒരു അവകാശവാദം പലസ്തീനികൾ ഉന്നയിക്കുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയൻ, മതത്തിൻ്റെ തത്വം. നമുക്കറിയാം, ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്നത് യഹൂദ മതത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലമാണ്, ഇസ്ലാമിലെ മൂന്നാമത്തെ വിശുദ്ധ സ്ഥലം. മുസ്ലിം പാരമ്പര്യം പറയുന്നത് മുഹമ്മദ് തൻ്റെ നൈറ്റ് ജേണിയിൽ, രാത്രി യാത്രയിൽ അൽ-അഖ്സ മോസ്ക് എന്ന് പറയുന്ന മോസ്കിലേക്ക് ഒരു യാത്ര നടത്തിയെന്ന്. ആ പാരമ്പര്യമാണ് പലസ്തീനികൾ യെരുശലേമിൻ്റെ മേലുള്ള അവകാശവാദമായിട്ടുള്ള രീതിയിൽ ഉന്നയിക്കുന്നതിൻ്റെ അടിസ്ഥാനം. അറബികൾ അവകാശം പറയുന്നത് യെരുശലേമാണ് അൽ ഖുദ്സ് എന്ന് പറയുന്ന ആ ഇസ്ലാമിക് പട്ടണമെന്ന്. പക്ഷേ ചരിത്രത്തിൽ ഒരു റെക്കോർഡ് പോലുമില്ല മുഹമ്മദ് ആ പ്രദേശത്ത് വന്നിരുന്നുവെന്ന്. തൻ്റെ സൈന്യം പോലും തൻ്റെ മരണത്തിന് 5 വർഷം ശേഷമാണ് യെരുശലേമിലേക്ക് കടന്നു വരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, യെരുശലേം എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ പേര് യെരുശലേം എന്നുള്ളത് ഖുറാനിൽ ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ എബ്രായ ബൈബിളിൽ യെരുശലേം എന്ന് പറയുന്ന പേര് 600 പ്രാവശ്യത്തിൽ പരം നമുക്ക് കാണുവാൻ സാധിക്കും. മുഹമ്മദിൻ്റെ കാലത്ത് യെരുശലേം എന്ന് പറയുന്ന പട്ടണം ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന വലിയ പ്രസക്തിയില്ലാത്ത ഒരു സ്ഥലമായിരുന്നു. അതൊരു ക്രിസ്ത്യൻ പട്ടണമായിരുന്നു. അവിടെ ഒരൊറ്റ മോസ്ക് പോലും ഇല്ലായിരുന്നു. മുസ്ലിംസ് യെരുശലേമിനെ കീഴടക്കിയപ്പോൾ അവർ ആ ടെമ്പിൾ മൗണ്ടിനെ ഒരു വിശുദ്ധ സ്ഥലമാണെന്ന് കരുതിക്കൊണ്ട് അവിടെ ഒരു മോസ്ക് പണിയുവാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ അവിടെ ഡോം ഓഫ് ദ റോക്കും അൽ-അഖ്സ മോസ്കും പണിതു. അൽ-അഖ്സ എന്ന് പറയുന്ന പേര് തന്നെ മുഹമ്മദിൻ്റെ ഖുറാനിൽ കാണുന്ന നൈറ്റ് ജേണിയിൽ കാണുന്ന ആ പേര് കോപ്പി ചെയ്താണ് അവരുണ്ടാക്കിയത്. പല മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത് അൽ-അഖ്സ മോസ്ക് 690 AD പണി കഴിപ്പിച്ചതെന്ന്. പക്ഷേ മുഹമ്മദ് 632 AD മരിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് ആ രാത്രി യാത്രയിൽ യെരുശലേമിലെ ഈ മോസ്കിലേക്ക് താൻ കടന്നു വരുന്നത്? ആ മോസ്ക് തന്നെ തൻ്റെ മരണത്തിന് ശേഷം 60 വർഷം കഴിഞ്ഞിട്ടല്ലേ പണി കഴിപ്പിക്കുന്നത്? ഖുറാൻ ഒരു പ്രാവശ്യം പോലും യെരുശലേം എന്ന് പറയുന്ന പേര് പറയുന്നില്ല. അതിൽ പറയുന്നത് മുഹമ്മദ് തൻ്റെ രാത്രി യാത്രയിൽ അൽ-അഖ്സ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പോയി. അൽ-അഖ്സ എന്ന് പറഞ്ഞാൽ ദ ഫാർദസ്റ്റ് പ്ലേസ്, ഏറ്റവും ദൂരത്തുള്ള സ്ഥലം. ആദ്യമേ ഉള്ള ഇസ്ലാമിക് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചത് അതൊരു സ്വർഗീയ സ്ഥലമായിരുന്നു എന്ന്. പക്ഷേ ഇസ്ലാം വളർന്നപ്പോൾ, ഒരു രാഷ്ട്രീയ ശക്തി ആയപ്പോൾ ആ വ്യാഖ്യാനത്തിന് മാറ്റം വന്നു. ക്രൂസൈഡുകളുടെ സമയത്ത് മുസ്ലിം ജനറൽ സലാദിൻ ഇസ്ലാമിൻ്റെ അവകാശവാദം യെരുശലേമിൻ്റെ മേലുള്ളതിനെ കുറച്ചും കൂടെ ബലപ്പെടുത്തേണ്ടതിന് വേണ്ടി താൻ ഇസ്ലാമിക് പാരമ്പര്യത്തെ ഒന്ന് മോഡിഫൈ ചെയ്തു. താൻ പറഞ്ഞത് മുഹമ്മദിൻ്റെ രാത്രി യാത്രയിൽ താൻ പോയത് സ്വർഗീയ സ്ഥലത്തിലേക്കല്ല, ഈ പറയുന്ന യെരുശലേമിലെ അൽ-അഖ്സ മോസ്കിലേക്കാണെന്ന്. മുസ്ലിംസ് വിശ്വസിക്കുന്നത് ഒരിക്കൽ അവർ ഒരു ദേശത്തെ കൈവശമാക്കിയാൽ എന്നേക്കും ആ ദേശം അവർക്കുള്ളതാണെന്ന്. പക്ഷേ എങ്കിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ ഇസ്ലാമിക് നേതാക്കൾ ടെമ്പിൾ മൗണ്ടിൻ്റെ മേലുള്ള ആ യഹൂദ പൈതൃകത്തെ അംഗീകരിച്ചിരുന്നു. 1924 യെരുശലേമിലെ സുപ്രീം മുസ്ലിം കൗൺസിൽ ഒരു പാംഫ്ലെറ്റ് പബ്ലിഷ് ചെയ്തിരുന്നു, എ ബ്രീഫ് ഗൈഡ് ടു അൽ ഹറാം അൽ ഷരീഫ്. അതിൽ 4-ാമത്തെ പേജിൽ പറയുന്നത് ആ സ്ഥലത്തിൻ്റെ ഐഡൻറ്റിറ്റി ശലോമോൻ്റെ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ സ്ഥലത്ത് തന്നെയാണ് ദാവീദ് ആ യാഗപീഠം പണിതതും അവിടെ യാഗങ്ങളെ അർപ്പിച്ചതെന്നും അവരുടെ തന്നെ പാംഫ്ലെറ്റ് പറയുന്നു. ഇനിയും ഭൂഗർഭത്തിലുള്ള ആ സ്ട്രക്ചേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ആ പാംഫ്ലെറ്റ് പറയുന്നത് ആ സ്റ്റെയർ കേസ് ലീഡ് ചെയ്യുന്നത് വളരെ വിശാലമായിട്ടുള്ള സബ്സ്ട്രക്ചേഴ്സിലേക്കാണ്. അതിൻ്റെ പേര് തന്നെ ശലോമോൻ്റെ സ്റ്റേബിളുകൾ. അതിൻ്റെ കാലപ്പഴക്കം തന്നെ ശലോമോൻ്റെ ദേവാലയത്തോളം കാലപ്പഴക്കമുണ്ടെന്ന്. 1927
ഒരു വലിയ ഭൂമികുലുക്കത്തിൽ അലക്സ ആ മോസ്കിന് കുറച്ച് നാശങ്ങൾ സംഭവിച്ചു. അതിൻ്റെ റൂഫ് ഇടിഞ്ഞു വീഴും, അതിൻ്റെ റൂഫ് ബീംസ് മാത്രം നിലനിന്നു. അപ്പോൾ റിപ്പയർ വർക്കിൻ്റെ സമയത്ത് ആർക്കിയോളജിസ്റ്റുകൾ ആ സ്ഥലമെല്ലാം എക്സാമിൻ ചെയ്തു. അവർ കണ്ടത് സൈപ്രസ് തടിയും ലെബനോൻ്റെ കേദാർ മരം കൊണ്ടുണ്ടാക്കിയ ബീമുകൾ. അതിൻ്റെ പ്രായം പരിശോധിച്ചപ്പോൾ 9-ാം നൂറ്റാണ്ട് BC. ആ സമയത്തായിരുന്നല്ലോ ശലോമോൻ രാജാവ് ആ തടിയെല്ലാം ഉപയോഗിച്ച് ആദ്യത്തെ യഹൂദ ദേവാലയം പണിതത്. അവർ വീണ്ടും കണ്ടുപിടിച്ചത് ഒരു സബ്റ്ററേനിയൻ പാസേജ്, ഭൂഗർഭ പാസേജ് വടക്കിലേക്കാണ് അത് പോകുന്നത്. ഡബിൾ ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നും വന്നിട്ട് ടെമ്പിൾ മൗണ്ടിൻ്റെ സെൻറ്ററിലേക്ക് നീങ്ങുകയാണ്. ഈ ഡബിൾ ഗേറ്റ് എന്ന് പറയുന്നത് തന്നെ യഹൂദ ടെമ്പിൾ കോംപ്ലക്സിൻ്റെ ഒരു ഭാഗമായിരുന്നു. അവർ വീണ്ടും കണ്ടത് ഈ ഭൂഗർഭ പാസേജിനെ ഹോൾഡ് ചെയ്യുന്ന ആ പില്ലേഴ്സ്, അതിൻ്റെ മേലുള്ള ആ കൊത്തുപണിയെല്ലാം പരിശോധിച്ചു. അതെല്ലാം തന്നെ യഹൂദ ദേവാലയത്തിൻ്റെ സമയത്തിൽ നിന്ന് വരുന്നതാണ്. പിന്നെയും എക്സ്കവേഷനുകളൊക്കെ നടത്തിയപ്പോൾ യഹൂദരുടെ 2-ാം ദേവാലയത്തിൻ്റെ സമയത്തിൽ നിന്ന് വരുന്ന ഒരു ജൂയിഷ് റിച്വൽ ബാത്ത്, ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലം അവർ കണ്ടുപിടിച്ചു. പിന്നെ അവർ കണ്ടത് ഒരു മൊസൈക്ക്, അതായത് പിൽക്കാലത്ത് അവിടെ സ്ഥിതി ചെയ്തിരുന്ന ഒരു ബൈസന്റൈൻ പള്ളിയുടെ ഭാഗമായിരുന്നു വന്ന മൊസൈക്ക്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും, ഇസ്ലാമൊക്കെ വരുന്നതിനൊക്കെ ഒത്തിരി മുമ്പ് തന്നെ ടെമ്പിൾ മൗണ്ടിൻ്റെ നിയന്ത്രണം യഹൂദ കൺട്രോളിൻ്റെ കീഴിൽ തന്നെ ആയിരുന്നുവെന്ന്. ഇനി 4-ാമത്തെ കാര്യമാണ് പാലസ്തീനിയൻ ഇൻഫ്ലക്സ് ഫ്രം നെയ്ബറിംഗ് കൺട്രീസ്. അയൽപക്ക രാജ്യങ്ങളിൽ നിന്ന് പലസ്തീൻ്റെ പ്രദേശത്തിലേക്ക് കടന്നുകയറ്റം നടത്തി വന്ന പലസ്തീനികൾ. ക്രൂസൈഡിൻ്റെ സമയം മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ഇസ്രയേലിൻ്റെ പ്രദേശത്ത് അറബ്സിൻ്റെ ജനസംഖ്യ ഏറെക്കുറെ നിശ്ചലമായിരുന്നു. 2 ലക്ഷം മുതൽ 3 ലക്ഷം വരെയുള്ള വളർച്ച അവർക്കുണ്ടായിരുന്നു. പക്ഷേ യഹൂദർ ആ പ്രദേശത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങിയപ്പോൾ അറബ്സിൻ്റെ ജനസംഖ്യ വർദ്ധിക്കുവാൻ തുടങ്ങി. 1882 മുതൽ, അന്നായിരുന്നല്ലോ ആദ്യത്തെ ആ ജൂയിഷ് ഇമ്മിഗ്രേഷൻ ആ പ്രദേശത്തിലേക്ക്. ആ സമയം തൊട്ട് അയൽപക്ക അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള അനേക അറബ്സ് ഈ പ്രദേശത്തിലേക്ക് കടന്നുകയറ്റം നടത്തി. അവർക്ക് ഇപ്പോൾ ആ പ്രദേശത്തിലുണ്ടായ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവർക്കും എൻജോയ് ചെയ്യണമായിരുന്നു. കാരണം യഹൂദർ കാരണമാണല്ലോ ആ പ്രദേശത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തന്നെ വർദ്ധിച്ചത്. ഞാനത് കഴിഞ്ഞ ആ ഒരു സന്ദേശത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ കടന്നുകയറ്റം നടത്തുന്ന അറബികൾക്ക് ഇപ്പോൾ ആ പ്രദേശത്തിലേക്ക് കടന്നു വരുന്ന യഹൂദരെ ഓടിക്കുകയും വേണമായിരുന്നു. 1948 ആയപ്പോൾ പലസ്തീനിലുണ്ടായിരുന്ന അറബിക്സിൻ്റെ ജനസംഖ്യ 1.3 മില്യനായി. ചരിത്രകാരന്മാരെ പറയുന്നത് പലസ്തീനികൾക്ക് അവരുടെ ഒരു സ്വന്തം ദേശം തന്നെ മടക്കിക്കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം ദേശത്തേക്ക് തന്നെ മടങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് പോകേണ്ടത് രാജ്യങ്ങളായ ഈജിപ്റ്റ്, ഇറാഖ്, മൊറോക്കോ, സിറിയ ആ പ്രദേശത്തിലേക്കാണ് തിരിച്ചു മടങ്ങിപ്പോകേണ്ടത്, അല്ലാതെ ഇസ്രയേലിൻ്റെ പ്രദേശത്തിലേക്കല്ല. ഇനി 5-ാമത്തെ ഒരു അവകാശവാദമാണ് ഇസ്രയേൽ ഷുഡ് റിട്ടേൺ ടു 1967 ബോർഡേഴ്സ്. ഇന്ന് അനേക ലോക നേതാക്കളും നമ്മുടെ നാട്ടിലുള്ളവർ പോലും പറയുന്നത് ഇസ്രയേൽ അവരുടെ 1967 ഉണ്ടായിരുന്ന അതിർത്തിയിലേക്ക് തന്നെ മടങ്ങിപ്പോകണമെന്ന്. പക്ഷേ ചരിത്രം വളരെ വ്യക്തമായി കാണിക്കുന്നു, അങ്ങനെ ഒരു 1967 എന്ന് പറയുന്ന ഒരു അതിർത്തി ഇല്ല. വെസ്റ്റ് ബാങ്കിൻ്റെ അതിർത്തികൾ എന്ന് പറയുന്നത് ആർമിസ്റ്റീസ് ലൈൻസ് എന്ന് പറയും. അതായത് 1948 യുദ്ധങ്ങൾ കഴിഞ്ഞ് ഉണ്ടായ ലൈനുകൾ. അതായത് ആ യുദ്ധത്തിൻ്റെ അവസാനം ആർമിസ്റ്റീസ് ലൈനിലായിരുന്നു ആ സൈന്യങ്ങൾ നിന്നത്. അങ്ങനെയാണ് 1949 അതിർത്തിയും 1967 അതിർത്തിയും ഉണ്ടാകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചായിരുന്നു എന്താണ് അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ ഇൻ്റർനാഷണൽ നിയമം തന്നെ പറയുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണണം. എങ്കിൽ മാത്രമേ നിയമപരമായി എന്താണ് അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ നിയമം പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ 1967 ആർമിസ്റ്റീസ് ലൈൻ പ്രവർത്തിച്ചിരുന്നത് ഇസ്രയേലും യോർദാനും തമ്മിലുണ്ടായിരുന്ന ഒരു അതിർത്തിയായിട്ട്. എന്നിട്ട് യോർദാൻ വെസ്റ്റ് ബാങ്കിനെ കൂട്ടിച്ചേർത്തു. അങ്ങനെ വെസ്റ്റ് ബാങ്ക് യോർദാൻ്റെ ഒരു ഭാഗമായി മാറിയിരുന്നു. പലസ്തീനി അറബികൾ അവിടെ ജീവിച്ചിരുന്നവർ ആരെല്ലാമായിരുന്നോ അവർ ഓട്ടോമാറ്റിക്കലി യോർദാൻ്റെ പൗരന്മാരായി മാറി. 1949
യോർദാൻ വെസ്റ്റ് ബാങ്കിനെയും യെരുശലേമിലെയും കൈവശമാക്കിയപ്പോൾ യോർദാൻ ഈ പറഞ്ഞ 2 സ്ഥലങ്ങളിലും പാർത്തിരുന്ന യഹൂദരെ അവിടുന്ന് ആട്ടി ഓടിച്ചു. 30-ൽ പരം സിനഗോഗുകൾ നശിപ്പിക്കപ്പെട്ടു. യഹൂദരുടെ വിശുദ്ധ സ്ഥലമെന്ന് കണക്കാക്കുന്ന വെസ്റ്റേൺ വാളിലേക്ക് യഹൂദർക്ക് പ്രവേശനമില്ലാതായി തീർന്നു. അപ്പോൾ ഇസ്രയേലിന് 1967 അതിർത്തിയിലേക്ക് മടങ്ങിപ്പോകുവാൻ സാധ്യമല്ല. കാരണം 1967 മുമ്പ് യോർദാനായിരുന്നു വെസ്റ്റ് ബാങ്കിനെ കൺട്രോൾ ചെയ്തിരുന്നത്. പലസ്തീനികൾ ഒരിക്കലും വെസ്റ്റ് ബാങ്കിനെ കൺട്രോൾ ചെയ്തിട്ടില്ല. മാത്രമല്ല, യോർദാൻ വെസ്റ്റ് ബാങ്കിനെ കൂട്ടിച്ചേർത്തപ്പോൾ, അന്നക്സ് ചെയ്തപ്പോൾ അതുതന്നെ ഇന്റർനാഷണൽ നിയമത്തിൻ്റെ ഒരു ലംഘനമാണ്. പിന്നെ 1922 ആ ബ്രിട്ടീഷ് മാൻഡേറ്റ് പ്രകാരം ആ ദേശം മുഴുവനും യഹൂദർക്കുള്ള ഒരു ദേശമായി കൊടുക്കുവാൻ നിയമപരമായി സമ്മതിച്ചതായിരുന്നു. മാത്രവുമല്ല, നാം മനസ്സിൽ വെക്കേണ്ടത് 1967 അല്ലെ അതിനു മുമ്പോ ഒരിക്കൽ പോലും പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം നിലനിന്നിട്ടുമില്ല. ഇസ്രായേലിലെ പ്രൈം മിനിസ്റ്റർ ഗോൾഡ മേയർ ഒരിക്കൽ പറഞ്ഞത്, എങ്ങനെയാണ് നാം ഈ അതിർത്തികളെ തിരിച്ചു കൊടുക്കുന്നത്? ആർക്കാണ് തിരിച്ചു കൊടുക്കേണ്ടത്? തിരിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒരു കൂട്ടർ എക്സിസ്റ്റ് ചെയ്യണ്ടേ? അങ്ങനെ ഒരു കൂട്ടർ നിലവിലില്ലാത്തപ്പോൾ ആർക്കാണ് ഈ പ്രദേശം തിരിച്ചു കൊടുക്കേണ്ടതും? അപ്പോൾ പിന്നെ പലരും പറയുന്നത് പോലെ ഇസ്രയേൽ അവരുടെ തന്നെ ദേശം ഒക്കുപ്പൈ ചെയ്യുന്നു, കൈവശം വെക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? ഒക്കുപ്പൈ ചെയ്യുക, കൈവശം വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടേതല്ലാത്ത ഒരു കാര്യം തെറ്റായി നാം കൈവശം വെക്കുക എന്നല്ലേ? നമ്മൾ വെസ്റ്റ് ബാങ്കിനെ നോക്കിയാൽ ചരിത്രത്തിൽ അനേക ഒക്യുപ്പേഷനുകൾ ഉണ്ടായിരുന്നു. ബാബിലോണിയർ, അസീറിയൻസ്, ഗ്രീക്കുകാർ, റോമാക്കാർ, പിന്നെ ഒട്ടോമാൻസ്, അതിനുശേഷം ബ്രിട്ടീഷ്. ഇവരെല്ലാവരും ഏതെങ്കിലും ഒരു സമയത്ത് വെസ്റ്റ് ബാങ്കിനെ അവരുടെ കൈവശം വെച്ചിട്ടുണ്ട്. യഹൂദർ അവരുടെ തന്നെ സ്വന്തം ദേശത്ത് പാർക്കുമ്പോൾ അവരാ പ്രദേശത്തെ കൈവശം വയ്ക്കുക, ഒക്കുപ്പൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അട്ടർ മണ്ടത്തരമല്ലേ? വെസ്റ്റ് ബാങ്കിൻ്റെ മേൽ പലസ്തീനികൾ ഒരിക്കലും ഭരണം നടത്തിയിട്ടില്ല. കാരണം പലസ്തീനികൾക്ക് ആ ദേശത്തിൻ്റെ മേൽ ഒരു പരമാധികാരവുമില്ല. യഥാർത്ഥത്തിൽ ഇസ്രയേൽ മക്കൾ ഒഴികെ ആ പ്രദേശത്തിൻ്റെ മേൽ മറ്റാർക്കും പരമാധികാരമില്ല. അപ്പോൾ നമ്മൾ പലസ്തീനികളുടെ ആൻസെസ്ട്രി അല്ലെ പിതാക്കന്മാരെ നോക്കിയാൽ തന്നെ, അല്ലെങ്കിൽ മതത്തിൻ്റെ തത്വം നോക്കിയാലോ, അല്ലെങ്കിൽ പലസ്തീനികൾ എവിടെ നിന്ന് വന്നെന്ന് നോക്കിയാലോ, അല്ലെങ്കിൽ ലോകം പറയുകയാണ് ഇസ്രയേൽ 1967 അതിർത്തിയിലേക്ക് മടങ്ങിപ്പോകണം എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിച്ചാലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പലസ്തീനികൾക്ക് ഇസ്രയേലിൻ്റെ പ്രദേശത്തിൻ്റെ മേൽ അവകാശം പറയുവാൻ നിയമപരമായി ഒരു സാധുതയുമില്ല. കാരണം ആ ദേശം ഉടമ്പടിയാൽ സർവശക്തനായ ദൈവം ഇസ്രയേൽ മക്കൾക്ക് കൊടുത്തതാണ്. അതാണ് ചരിത്രവും തെളിയിക്കുന്നത്. ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. ആയെങ്കിൽ ഇതുപോലെ ഈ വിഷയത്തിൽ കൺഫ്യൂഷൻ ഉള്ളവരും, അതുപോലെ നിങ്ങളുടെ ചർച്ച് ഗ്രൂപ്പുകൾ, നിങ്ങളുടെ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.